നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി. ഇടിമിന്നലുകളെ ലേസർ ഉപയോഗിച്ച് സുരക്ഷിത സ്ഥാനത്ത് പതിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത രാജ്യം സ്വിറ്റ്സർലാൻഡ്. മറ്റ് കോവിഡ് വാക്സിനുകൾ എടുത്ത 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് ആയി നൽകുന്ന കോവാക്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ധാൻമതി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി വിദ്യാർത്ഥി ആദിത്യ സുരേഷ്. ഗോത്രങ്ങൾക്ക് അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട്. രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ പൂനെ. എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17. ജസിൻഡ ആൻഡ്രൻ്റെ രാജിയെ തുടർന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തി ക്രിസ് ഹിപ്കിൻസ്. 2023 ജനുവരിയിൽ അന്തരിച്ച ആസാമീസ് കവി നിൽമണി ഫൂക്കൻ. മാരിലാൻഡ് ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ അരുണ മില്ലർ. കൊളംബിയ സർവകലാശാലയുടെ പ്രസിഡന്റായി നിയമിതയായ ആദ്യ വനിത നിലത്ത് മിനുപ് ഷെഫീഖ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫരോസ്. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതം ശംഖിലി. 2023 ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ വേദി ഭോപ്പാൽ, മധ്യപ്രദേശ്. പരീക്ഷണ വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ബ്രാസിൻ്റെ പുതിയ പതിപ്പുകൾ. ബ്രഹ്മോസ് 2 ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ 1000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ബ്രഹ്മോസ് എനർജി ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ 290 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ടൈറ്റാനോസറസ് വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ മുട്ടകളും വാസസ്ഥലങ്ങളും കണ്ടെത്തിയത് നർമ്മദ താഴ്വര, മധ്യപ്രദേശ്. കേരളീയ വന്യജീവി വിജ്ഞാനകോശം തയ്യാറാക്കിയ പരിസ്ഥിതി എഴുത്തുകാർ ഡോക്ടർ TR ജയകുമാരി, R വിനോദ് കുമാർ. ഇന്ത്യ തദ്ദേശീയമായി മസ്ഗാവ് കപ്പൽശാലയിൽ നിർമ്മിച്ച അന്തർവാഹിനി INS വാഗീർ. കേരളത്തിലെ ആദ്യ LCNG പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചുവേളി, ചേർത്തല. വ്യോമയാന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അസോചം അവാർഡ് നേടിയത് PS നായർ. 2023 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി അബ്ദുൾ ഫത്താ അൽ സിസി. ബാഫ്ത അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററി ഓൾ ദാറ്റ് ബ്രീസ്. 2023 സൂര്യനിൽ ദൃശ്യമായ സൗരകളങ്കം AR3190. 2023 ഷൂട്ടിംഗ് വേൾഡ് കപ്പിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി AK സിക്രി. കടൽ വഴി പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിനായി ഇന്ത്യ പോസ്റ്റ് ആരംഭിച്ച സേവനം തരംഗ് മെയിൽ സർവീസ്. മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാട്. വെൽക്കം കോർപ്സ് എന്ന അഭയാർത്ഥി പദ്ധതി ആരംഭിച്ച രാജ്യം അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ മണൽ ബാറ്ററി പുറത്തിറക്കിയ രാജ്യം ഫിൻലാൻഡ്. 2023 ഫെബ്രുവരിയിൽ നടന്ന G20 പരിസ്ഥിതി യോഗത്തിന് ആതിഥേയത്വം വഹിച്ച നഗരം ബംഗളൂരു. ദേശീയ ബാലികാ ദിനം ജനുവരി 24. ബജറ്റ് സ്കൂൾ ഓഫ് എമിനൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം പഞ്ചാബ്. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA അടുത്ത ഡയറക്ടർ ജനറലായി നിയമിതനാകുന്നത് വിക്രം ദേവ് ദത്ത്. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സൈനിക അഭ്യാസം അംബെക്സ് 2023. പരമവീര ചക്ര പുരസ്കാര ജേതാക്കളുടെ പേര് നൽകാനൊരുങ്ങുന്ന സ്ഥലം ആൻഡമാനിലെ 21 ദ്വീപുകൾക്ക്. റഷ്യയുടെ സ്വകാര്യ അർദ്ധസൈനിക സംഘടന വാഗ്നർ ഗ്രൂപ്പ്. ആധാർ ഫോർ ലാൻഡ് എന്നറിയപ്പെടുന്നത് UL പിൻ.
2023 ജനുവരിയിൽ ICC ഏകദിന ടീം റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇംഗ്ലണ്ട്, 2-ാം സ്ഥാനം ന്യൂസിലാൻഡ്, 3-ാം സ്ഥാനം ഇന്ത്യ. ICAR ഡയറക്ടർ ആയി നിയമിതനായ വ്യക്തി ഡോക്ടർ G. ബൈജു. ഗുസ്തു ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടം വഹിക്കാനുള്ള 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ മേരി കോം. തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി മന്ദഹാസം. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമായ BCCയുടെ ഡോക്യുമെൻ്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ. രാജ്യത്ത് ബാലകർക്കായി നടത്തുന്ന പ്രഥമ സംസ്ഥാനതല കിഡ്സ് മീറ്റ് വേദി കൊച്ചി, കോലഞ്ചേരി. സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഏത് രാജ്യത്തേക്കുള്ള ഡീസൽ വിതരണമാണ് ഇന്ത്യ ആരംഭിക്കുന്നത്? ബംഗ്ലാദേശ്. ഈജിപ്തും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനം സൈക്ലോൺ 1. അറബ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം 2022 നേടിയത് അഷ്റഫ് ഹക്കീമി. 50,000 വർഷങ്ങൾക്ക് ശേഷം ഭൂമിക്കരികിൽ എത്തിയ ഹരിത വാൽ നക്ഷത്രം C 2022 E3. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഇന്ത്യൻ എയർഫോഴ്സസ് നടത്താനൊരുങ്ങുന്ന സൈനിക അഭ്യാസം പ്രളയ്. ICC ഏകദിന ക്രിക്കറ്റ് ബോളിംഗ് റാങ്കിങ്ങിൽ 1-ാമത് എത്തിയ ഇന്ത്യക്കാരൻ മുഹമ്മദ് സിറാജ്. അസ്ക പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് സംസ്ഥാനത്താണ് ഇത്? ഒഡീഷ. പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം തടയാൻ സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്ക് പദ്ധതി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ വാസ്തുവിദ്യാരംഗത്തെ കുലപതി BV ദോഷി. 2022 ഏറ്റവും മികച്ച 2020 ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ്. 2022 ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരത്തിന് അർഹനായത് RV പ്രസാദ്. 2023 74-ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൽ നിന്ന് എത്ര പേർക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചത്? 4. 2023 പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ: അപ്പുക്കുട്ടൻ പൊതുവാൾ, ഗാന്ധിയൻ; ചെറുവയൽ രാമൻ, കർഷകൻ; CA ഐസക്, ചരിത്രകാരൻ; SRD പ്രസാദ്, കളരിപ്പയറ്റ് വിദഗ്ധൻ. $2.9 ബില്യൺ ബെഡ് ഔട്ട് പാക്കേജ് ശ്രീലങ്കയ്ക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ ഗ്യാരണ്ടി നൽകിയ രാജ്യം ഇന്ത്യ. 74-ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ തലേന്ന് സായുധ സേനാംഗങ്ങൾക്ക് എത്ര ഗാലൻട്രി അവാർഡുകളും മറ്റ് പ്രതിരോധ അലങ്കാരങ്ങളുമാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്? 412. എയ്റോ ഇന്ത്യ 2025 ഫെബ്രുവരി 13-നും 17-നും ഇടയിൽ ബംഗളൂരുവിലെ ഏത് എയ്റോസ്പേസ് സ്റ്റേഷനിൽ നടക്കും? എയർഫോഴ്സ് സ്റ്റേഷൻ യലഹങ്ക. പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന സിനിമ മൈക്കിൾ. സൂപ്പർ കപ്പ് ഫുട്ബോൾ 2023 വേദിയാകുന്നത് കേരളം. സർ ഗാൻഫീൽഡ് സോബേഴ്സ് ട്രോഫിയും ICC പുരുഷ ഏകദിന ക്രിക്കറ്ററും ആയത് ബാബർ അസം റേച്ചർ. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ നതാലി സ്കീവർ. ICC പുരുഷ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ബെൻ സ്റ്റോക്സ്. കിഷൻ ഗംഗ, ടാറ്റിൻ ജലവൈദ്യുത പദ്ധതികളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഏത് കരാറിൽ ഭേദഗതി വരുത്താൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു? സിന്ധു കരാർ 1960. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാലസാഹിത്യ അവാർഡ് 2022 എത്ര അവാർഡ് ജേതാക്കളുണ്ട്? 9. 2023 ജനുവരി 26 ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യോമാഭ്യാസത്തിൻ്റെ പേര് വീർ ഗാർഡിയൻ 2023. ISROയുടെ ആദിത്യ L1 പദ്ധതിക്കായി വിസിബിൾ ലൈൻ എമിഷൻ ക്രോണോഗ്രാഫ് പെയ്ലോഡ് ഉണ്ടാക്കിയത് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. പരീക്ഷാ പേപ്പർ ചർച്ചാ പരിപാടിയുടെ 6-ാം പതിപ്പ് ഏത് തീയതിയിലാണ് നടന്നത്? 27 ജനുവരി 2023.
2023 FIH ഹോക്കി ലോകകപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ടീം ഏത്? ജർമ്മനി, ബെൽജിയം. ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ 2023 ജനുവരി 27 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ ഏത് മെഡലിൽ തൃപ്തിപ്പെടേണ്ടി വന്നു? വെള്ളി. സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജറായി ചുമതലയേറ്റത് നരേഷ് ലാൽവാനി. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യം 2024 വിക്ഷേപിക്കും. അതിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ. 74ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ടാബ്ലോയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന 100 വയസ്സ് പ്രായമുള്ള നവസാക്ഷരയുടെ പേര് കാർത്തിയാനി അമ്മ. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷന്മാരുടെ വീൽ ചെയർ സിംഗിൾസ് കിരീടം നേടിയത് ആൽഫി ഫെബറ്റ്. കേരള ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ അവാർഡ് നേടിയ സ്ഥാപനം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ്. 2023 ജനുവരി 29 മുതൽ 31 വരെ ഇന്ത്യ സന്ദർശിക്കുന്ന UN പൊതുസഭയുടെ പ്രസിഡന്റ് കസബ കൊറോസി. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖായ് 30 MKI മിറാഷ് 2000 വിമാനങ്ങൾ 2023 ജനുവരി 28 മധ്യപ്രദേശിലെ ഏത് ജില്ലയിൽ തകർന്നു വീണു? മൊറേന ജില്ല. 2023 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബീറ്റിംഗ് റിട്രീറ്റ് സമയത്ത് റെയ്സിൻ ഫീൽഡ്സിൽ എത്ര ഡ്രോണുകൾ പ്രദർശിപ്പിക്കും? 3500 തദ്ദേശീയ ഡ്രോണുകൾ. പോപ്പുലിസ്റ്റ് കോടീശ്വരൻ ആൻഡ്രസ് ബാബിസിനെ പരാജയപ്പെടുത്തി പുതിയ ചെക്ക് പ്രസിഡന്റായ റിട്ടയർഡ് ആർമി ജനറൽ പീറ്റർ പാവൽ. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തേവ്സ്കി മെഡലിന് കേരളത്തിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? കവിത നായർ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 വനിതാ സിംഗിൾസിൽ ഫൈനൽ കിരീടം നേടിയത് അരീന സബലങ്ക. നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ നിഖത് സരിൻ. രക്തസാക്ഷി ദിനം ജനുവരി 30. 2021-22 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഹരിത വ്യക്തി പുരസ്കാരം ലഭിച്ചത് KG രമേശ് പുതിയവിള. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 കഥാ നോവൽ വിഭാഗത്തിനുള്ള ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി അമ്മ മണമുള്ള കിനാവുകൾ. അമേരിക്കൻ മലയാളിയുടെ സംഘടനയായ ഫൊക്കാനയുടെ മികച്ച MPക്കുള്ള പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ്. ഹെഗാഷെബ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മമ്മി കണ്ടെത്തിയത് ഈജിപ്റ്റ്. പ്രഥമ കിഡ്സ് അത്ലറ്റ്സ് ജേതാക്കൾ പാലക്കാട്. 2022 ICCയുടെ മികച്ച 2020 വനിതാ താരം തഹലിയ മഗ്രാത്ത്. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാമ്പോസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ ഗ്രീസിൻ്റെ സ്റ്റെഫാനോസിനെ പരാജയപ്പെടുത്തിയത് ആര്? നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ G20 ആദ്യ അന്താരാഷ്ട്ര സാമ്പത്തിക വാസ്തുവിദ്യ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് ഛത്തീസ്ഗഡ്. 2023 ജനുവരി 29 വെടിയേറ്റ് മരിച്ച ഒഡീഷ മന്ത്രിയുടെ പേര് നബ കിഷോർ ദാസ്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉപവിഭാഗങ്ങൾ ചെയ്യുന്നതിനുള്ള കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടിയ കമ്മീഷൻ ജസ്റ്റിസ് G രോഹിണി കമ്മീഷൻ. 2022 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയായി തിരഞ്ഞെടുത്തത് കോഴിക്കോട്. 2023 ജനുവരി 29 ഭുവനേശ്വറിൽ നടന്ന ഹോക്കി ലോകകപ്പ് 2023 നേടിയ ടീം ജർമ്മനി. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ വൈസ് ചീഫ് ആയി നിയമിതനായത് എയർ മാർഷൽ AP സിംഗ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ജനുവരി 30 മുതൽ ഫെബ്രുവരി 11 വരെ ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ഭോപ്പാൽ. ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 2022-23 പ്രകാരം ഏറ്റവും കൂടുതൽ കോളേജുകളുടെ വിഭാഗത്തിൽ കേരളത്തിൻ്റെ റാങ്ക് എത്ര? 10. ദേശീയ വനിതാ കമ്മീഷൻ 31ാം സ്ഥാപക ദിനത്തിൻ്റെ പ്രമേയം സശക്ത്
നാരി സചത് ഭാരത്. 2023 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഏറ്റവും മികച്ച ടാബ്ലോഗ്സായി ജഡ്ജിമാരുടെ പാനൽ തിരഞ്ഞെടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ്. മനസ്ഘട്ട്. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 2023 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഏറ്റവും മികച്ച ടാബ്ലോഗ്സായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഗുജറാത്ത്. ക്ലീൻ ഗ്രീൻ എനർജി എഫിഷ്യൻറ്റ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.